എന്റെ ദൈവമേ അടി വരാലടി. ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടേ, രണ്ടാമത്തെ ട്രിപ്പ് എണ്ണ വരട്ട്. ഇനിയിപ്പോ കഴിച്ചിട്ടാണോ അല്ലെ പിന്നെ ഒന്നും കിട്ടത്തില്ല. കായ്സുണ്ട്. നമ്മള് ഗ്രില്ലടിക്കാൻ വേണ്ടി നമ്മൾ പിടിച്ചിട്ട വാഹയും ചെറുമീനെ ഒരു വരാലിനെയും പൊക്കിയിട്ടുണ്ട്. വരാലുണ്ടാക്കും. കായ്സുണ്ട്. നമ്മൾ ഗ്രില്ലടിക്കാൻ വേണ്ടി നമ്മൾ പിടിച്ചിട്ട വാഹയും ചെറുമീനെ ഒരു വരാലിനെയും പൊക്കിയിട്ടുണ്ട്. വരാലുണ്ടാക്കും. കമ്പിൻ്റെ അവിടെ കിടക്കുന്നുണ്ട്. ഇതിനകത്ത് കരിയിലെടുത്ത് അപ്പുറത്തോട് ഒരു ചെറുമീൻ ചത്തുപോയി കേട്ടോ. എന്താ വെളുത്ത് കിടക്കുന്ന നമ്മൾ ഒരു ചെറുമീൻ ഡെഡായി പോയതാണ്. ഒരു ബെടാ ചെറുമീനകത്തുണ്ട്. ഈ സൈസ് ചെറുമീനകത്ത് കാണാം. ഓ എൻ്റെ പൊന്നു മോനെ, അവനാണ് അടി കിടക്കുന്നത്. അവനെ പൊക്കും. ശരിയോ ഇന്നത്തേക്ക് ചടി ചടി ചടി. അവൻ അപ്പുറത്തെ ആടും. കുളത്തിപ്പോ ആണാണ്. വന്ന് കമ്പെടുക്കടാ. അല്ല ഇതെടുക്കടാ. അതിനിപ്പോൾ കറക്റ്റായിട്ട് പിടിക്കാം. പിടി ജമ്പ് ചെയ്താൽ അപ്പുറത്ത് കുളത്തിൽ പോകും കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. അടി കൂടെ കോരടാ മണ്ട. അടി കൂടെ കോരടാ. അങ്ങനെയല്ല, മീൻ്റെ അടി കൂടെ കോരാനൊന്ന്. ആ വലിയ മീൻ്റെ നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന മീൻ്റെ അടി കൂടെ കോരും. അവൻ ഇന്നപ്പുറത്ത് പോകുന്ന ലക്ഷണമുണ്ട്. ഒരുത്തിനെ മീൻ പിടിക്കാൻ ഏൽപ്പിച്ച. മീൻ പിടിക്കാനും അറിയത്തില്ല, കോരാനും അറിയത്തില്ല. എന്തവസ്ഥയൊക്കെയാന്ന് ആലോചിച്ചാണേ. ഇത് പവർ വരട്ടെ അങ്ങോട്ട്. അവനെ ഗ്രില്ലടിക്കാനുള്ള അവൻ രണ്ടു അങ്ങോട്ട് പോയി. എടാ വലിയ വെള്ളത്തിൽ പോയാൽ മീനെ മൊത്തം തിന്നും കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. നീ എന്ത് കാണിക്കൂടെ നീ? ഏസാൻ്റെ സൈസ് ഉണ്ടോ നിങ്ങൾ? യൂജ് സാധനം കേട്ടോ. 2-3 കിലോ 3 കിലോ റേഞ്ച് ഉണ്ട്. നമ്മളൊരു 3-4 ദിവസം മുമ്പ് പിടിച്ചുകൊണ്ട് ഇട്ടാ കേട്ടോ. തൂക്ക് പയ്യെ കറക്റ്റ് ടൈം ആയിരുന്നു. ബാക്കി ഫുള്ള് കിടക്കുന്ന വരാല കേട്ടോ. എന്താ ഇടുക്കൻ സാധനം, ജീവനുണ്ട്. ഫ്രഷ് സാധനം കേട്ടോ. ജീവനുള്ള സാധനമാണ്. പിന്നെ നമ്മൾ ഗ്രില്ലടിക്കാൻ ഒരു വരാലും ഒരു ചെറുമീനും. സ്പേസ് ഇല്ലാത്തണ്ടേ വിഷയമാണ്. പിടി കുടഞ്ഞിറാ. ഉപയോഗിച്ചണ്ടേ നമ്മൾ വെട്ടാൻ പോകുന്നില്ല. ഇട് പയ്യെ വെക്ക്. ജീവനുള്ള സാധനം കേട്ടോ. കണ്ട ചിറകൊക്കെ അനങ്ങുന്നുണ്ട്. കണ്ട ജീവനുള്ള സാധനം. വരാനെ കൂടി ഇട്. കണ്ട ഈ 2 സാധനമാണ് നമ്മളിന്ന് ഗ്രില്ലടിക്കാൻ പോകുന്നത് കേട്ടോ. വരാലിനെ ഗ്രില്ലടിച്ചിട്ടില്ല ഇതിലായിട്ട്. നമ്മൾ ഞാനും ഉണ്ട്, നമ്മുടെ ചെറുക്കനും ഉണ്ട്. അങ്ങനെ 2 പേരാണ് വെട്ടാൻ പോകുന്നത്. ബാക്കി എല്ലാവരും സാധനമൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് പോയേക്കാണ്. നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സ്പോട്ട് കേട്ടോ. അതെ വരാല് അത്യാവശ്യം വലിയ വരാലോ കേട്ടോ. ആ വലിയ ചെറുമീൻ്റെ ഏകദേശം ഉണ്ടോ അത്രയും ഉണ്ട്. ഞമ്മണ്ടം വരാലത്. അപ്പോൾ ചെറുമീൻ ഏകദേശം ഒരു 2-2.5 കിലോ ഉണ്ട്. എന്തായാലും മസ്റ്റായിട്ട് 2-2.5 കിലോ മേലുണ്ട് സാധനം. പിന്നെ വേഴ്സാണ് നമ്മൾ മീനെ വെട്ടാൻ പോകട്ടോ. മീനെല്ലാം പടപടാന്നായിരിക്കും പരിപാടി. നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇവൻ്റെ തൊലി ഇരിക്കത്തില്ല കേട്ടോ. തൊലി ഇരിച്ച് കഴിഞ്ഞാൽ ഗ്രില്ല് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിവൻ്റെ ചെതമ്പലി ചെത്തി എടുക്കണം. ചെതമ്പലി ചെത്താൻ എല്ലാവർക്കും അറിയാമായിരിക്കില്ല. ഇപ്പോൾ നമുക്കിവിടെ വലിയ സൗകര്യമില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ചെതമ്പലി ഇങ്ങനെ ചെത്തിയാൽ മതി. ചെമ്പലി എത്തുക, സംഭവം സെറ്റ് ചെയ്യുക, പടക്കാന്ന് വേണം. ഇച്ചിരി ടാസ്ക് പിടിച്ചു റെഡി. ചെതമ്പലെല്ലാം ചെത്തി പിന്നെ റെഡിയാക്കിയിട്ട് കാണിക്കാം കേട്ടോ.
വയസ്സാണ്ട് നമ്മൾ വാഴയൊക്കെ ചെറുമീൻ വെട്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് കഴുകി റെഡിയാക്കി വെക്കണം. വയസ്സാണ്ട് നമ്മൾ വരാൽ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ചെതമ്പല കളഞ്ഞിട്ടിരിക്കുക കേട്ടോ. നമ്മളിതിനെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി ഇനി കഴുകാൻ നേരത്തെ കാണിക്കാം. ഓക്കെ വയസ്സാണ്ട് നമ്മൾ മീനെല്ലാം വെട്ടി കേട്ടോ. വെട്ടി റെഡിയാക്കി തലതണ്ട ഒരു ഭാഗത്ത് എല്ലാം ഇനി കഴുകി കഴിഞ്ഞാൽ ഇതുണ്ട് വരാൽ ഫുള്ള് സെറ്റ് ചെയ്യുന്നത് നമ്മളുണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വരഞ്ഞ് എല്ലാം റെഡിയാക്കി എടുത്ത് ഇനി കഴുകി സെറ്റാക്കി എടുക്കണം. കഴുകട്ടെ, ഇനി കഴുകിയിട്ട് ബാക്കി കാണാം. വയസ്സുണ്ട് നമ്മൾ കപ്പ പൊളിക്കുക കേട്ടോ. കപ്പയെല്ലാം പൊളിച്ച് എല്ലാം സെറ്റ് ചെയ്യുന്നു. നാടൻ കപ്പ. ഇത് ഏത് ഇനമാണ്? പറമ്പിൽ നിന്ന് കഴിച്ച നാടനാണ്. അത് തന്നെ നമ്മുടെ വിളവിലുള്ളതാണ്. നമ്മുടെ കൃഷിയാണ് സംഭവം കേട്ടോ. 550 മൂടുണ്ട്. കുറേശ്ശെ നമ്മൾ പറിക്കുന്നുണ്ട്. അത്രേ ഉണ്ട്. ആവശ്യമുള്ളപ്പോൾ എടുക്കുക. മീൻ സെറ്റ് ആകുമ്പോൾ ആവശ്യമുള്ള കപ്പ എടുക്കുക, സംഭവം സെറ്റ് ചെയ്യുക. ഇതാണ് ഇതൊക്കെ നമ്മുടെ വൈബ്. ഇത് കപ്പ വെക്കാനുള്ള അടുപ്പ്, നമ്മുടെ ഗ്രില്ല് വെക്കാനുള്ള അടുപ്പ്. മീൻ എവിടെ അല്ലേ? മീനാണ്ട് എല്ലാം സെറ്റാക്കി കേട്ടോ. അരപ്പൊക്കെ പരത്തി റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാണ്. പിന്നെ ന്യൂസ് പേപ്പർ ഇട്ട് പൊതിയുക. നമ്മുടെ ബ്രെഡ് ഇട്ടിരിപ്പുണ്ട്. ഇതൊന്ന് കനലൊന്ന് ഇതാക്കി സെറ്റാക്കി എടുക്കണം. കപ്പയെല്ലാം പൊളിച്ച് റെഡിയാക്കണം. ഇനി കഴുകി വാരി എല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ 3 പേരേ ഉള്ളൂ ഇപ്പം. ബാക്കി എല്ലാവരും പല പല പരിപാടിക്ക് വേണ്ടി പോയിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ മേടിക്കും. അളിയുന്നുണ്ട്, ഡെസ്ക് റെഡിയാക്കുന്നുണ്ട്. ഇനി കനലൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. കപ്പ ഗരികൾ അടുത്ത് കരളി അറിയാം. കപ്പറ്റം കണ്ടു എന്തറിയാം, പടക്കം പൊട്ടിക്കുന്ന മറ്റേ സാധനം എന്താ പടക്കം തിരിഞ്ഞാൽ ഇതില്ല. എന്താ പറയുക, വലിയ പീസായത് മൊത്തവിടലെന്ന് പറഞ്ഞാൽ മൊത്തവിടലാണ്. ഇളക്കല് പറഞ്ഞാൽ ഇളക്കാനാണ്. ഇഷ്ടം പോലെ 3-4 മീനെ ഫ്രൈ ചെയ്യാം. വീണ്ടും കരി മേടിച്ചുകൊണ്ട് വന്നു. വീണ്ടും കരി ഇട്ടിട്ട് കൈസ് കപ്പ കഴുകാൻ ദൂരത്ത് പോയിരിക്കും. അത് തീ പിടിക്കട്ടെ. കപ്പയ്ക്കുള്ള അടുപ്പ് റെഡിയായി. കപ്പക്കാരൻ കപ്പ കഴുകി കഴിഞ്ഞു. വലിയ പീസുകൾ ചെറിയ പീസുകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. കപ്പയുടെ ഓപ്പറേറ്ററാണിത് കേട്ടോ. കപ്പ കണ്ട് ചാടിപ്പോന്നു. വരാലി ചാടുന്നല്ലോ കപ്പ ചാടുന്നത്. മീൻ്റെ കൂടെ അടിക്കാനുള്ളതുണ്ട് കപ്പ ഇറക്കി ചാടുന്നത്, മനസ്സിലായത്? അതെന്ത് ഉണ്ടോ? ആ എടുക്കെടുക്ക്. അല്ല വല്ലേ കപ്പയുടെ ഓപ്പറേറ്റർ കപ്പ വെച്ചെന്താ കാണിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഓപ്പറേറ്ററിന് പോലും അറിയത്തില്ല എന്താ പരിപാടി ഇവിടെ. കപ്പയൊക്കെ കഴുകി നമ്മൾ കലമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ കപ്പയ്ക്കുള്ള. കപ്പയില്ല, ശരിയാണുണ്ട്. കപ്പ റെഡിയായി, കഴുകി റെഡിയായിക്കൊണ്ട് വന്നു. ഗ്രില്ലിൽ എണ്ണയൊക്കെ പുരട്ടി
സെറ്റ് ചെയ്യണം കേട്ടോ. ഗ്രില്ല് ഇത്രയും ഓപ്പറേറ്റർമാരുണ്ട് അവിടെ കേട്ടോ. ഞങ്ങളുടെ മെയിൻ ഓപ്പറേറ്റർ വന്നിട്ടുണ്ട്, സജു മെഴുവിനി കേട്ടോ. ഓപ്പറേറ്റർ വന്നപ്പോഴേ ഗ്രില്ലെടുത്ത് കൈ പിടിച്ചു കണ്ടോ. ഗ്രില്ലിൻ്റെ ഓപ്പറേറ്റർ മെയിൻ ഓപ്പറേറ്ററാണ്. ഷെഫ് ആരാമൽ വരുന്നുണ്ട്. ഇത് കനല് തിരിച്ചിടുന്നതും കപ്പയുടെ ഓപ്പറേറ്ററാണ്. ചെറുപ്പിക്കോ എനിക്കറിയത്തില്ല എന്താ കാണിക്കുകയാണ്. വെച്ചോ, സെറ്റ് 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 എല്ലാവരും ഹാജരായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയല്ലേ നമുക്ക് വെറൈറ്റി ആയിക്കട്ടെ. കഴിഞ്ഞ വർഷം അങ്ങനെ വെച്ചു, അപ്പൊ ഈ പ്രാവശ്യം ഇങ്ങനെ മനസ്സിലായി. വേണ്ട 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 വെച്ചത് വെച്ച് വെച്ചാ പിന്നെ മതി 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 വരാൻ തലേന്ന് രണ്ടാമത് വെച്ചാൽ മതി. മസാല എല്ലാം പിടിച്ച് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഗ്രില്ലോട്ട് മാക്സിമം സ്പേസ് യൂസ് ചെയ്യുക. അളിയെ അത് വെക്കാൻ പറ്റുന്ന അത്ര വെച്ചാൽ മതി. ഇല്ലെങ്കിൽ അല്ല രണ്ടാം ഒരെണ്ണം വെക്കുന്നുണ്ട്, മറ്റേ വരാൽ വെക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇപ്പം വെക്കാം നമുക്ക്, മനസ്സിലായോ? അപ്പൊ സംഭവം അല്ല രണ്ടാം എന്തായാലും വെക്കുന്നുണ്ടല്ലോ, മനസ്സിലായോ? രണ്ടും പിന്നെ വെച്ചാൽ മതി. ഇത് പിന്നെ വരാല് തലയും ഇവിടെ ഇരിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി സാധനം കണ്ടേ, കപ്പ അവിടെ ഇരിപ്പുണ്ട്. ചെറുതെല്ലാം ഗ്രില്ലൊക്കെ ആയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് ഓപ്പറേറ്റർ. അടുപ്പ് വയ്ക്കാനും കപ്പയും കലവും ഒക്കെ ഇന്ന്. ഓ ഓ എന്റെ മോനെ. അപ്പുറം എന്തോ നമ്മള് തിരിച്ചിടുക കേട്ടോ. ഇല്ല ആകുന്നേ ഉള്ളു ആകുന്നേ ഉള്ളു. ആ അങ്ങനെ ഇട് അങ്ങനെ ഇട്. ആ കരിയത്തില്ല, അങ്ങനെ ഇട് അങ്ങനെ ഇട്. അല്ല തിരിച്ചിട്. ആ വെള്ളം വലിയിട്ട് അത് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കുക. ഇവിടെ ഇവിടെ തിരിച്ചിട്ടെടുത്ത് എണ്ണ പുരട്ടിയാൽ മതി. എണ്ണ ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുത്താൽ മതി. ഈ ഒട്ട അല്ല പിന്നെ ഫുള്ളായി കഴിഞ്ഞാൽ ഇതാവും ഒട്ടും. ചെന്ന് കളിയാ ഓടി നടന്ന് വീശി കളിക്കുന്നത് കണ്ണി കയറി പോവാ. എന്റെ പോലോ കപ്പ മീന് 5 പൈസക്ക് 5 പൈസ. വെള്ളം തിളച്ചു, കപ്പ ഇടുകയാണ്. കൊള്ളുന്നതിൻ്റെ അത്ര ഇടും, ബാക്കി ചൂടുക. ഗ്രില്ലായിരിക്കും, ഗ്രില്ലിടുക. ഗ്രില്ലിട്ട് കപ്പ ഗ്രിൽ. തീ നാണ്ട് വെളിയിൽ പോകുന്നത്. ഇപ്പുറത്തെ കളിയാ കൈകൊള്ളു. കപ്പ കരത്തിലോട്ട് വീഴുകയാണ്. മീൻ മറിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ പുകയുടെ ഭയങ്കര എൻ്റെ മറ്റോ കണ്ണിക്കൂടെ. സെറ്റായിട്ടുണ്ട് സെറ്റായിട്ടുണ്ട്. മറിക്ക് 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 എടുത്ത് പറക്കിയിട്ട് പറക്കിയിട്ട് പറക്കല്ലേ. ഓക്കെ ഓക്കെ സെറ്റാ സെറ്റാ. അതിന് ബ്രെഡും കപ്പയും കൂട്ടിയിട്ട് പിടി. എല്ലാം ഓക്കെ എല്ലാം ഓക്കെ. എണ്ണ എടുത്തിട്ടാണ്, ഒന്നും നോക്കാനില്ല, എല്ലാം എടുത്തിട്ടോ സെറ്റ് സംഭവം. ഒന്നും അധികം കഴിഞ്ഞിട്ടുമില്ല. ഞങ്ങളെ വെളിയിൽ നിൽക്കുക കേട്ടോ. ബാക്കി ഒരാൾ വീശുന്നു, കപ്പ പൊള്ളിക്കുന്നു, എന്തൊക്കെയോ ബഹളങ്ങൾ. ഓക്കെ അപ്പം കുറച്ചുകൂടെ ചൂട് ഇതിന് കിട്ടും മറ്റേ തലയ്ക്ക്. ഓക്കെ സെറ്റ് ചെയ്യാം. തലയും അങ്ങനെ വരാലും അങ്ങനെ ചെയ്യാം. കാരണം കനൽ കുറവാണ്. അപ്പം ഇനി പ്ലാൻ ബിയിലോട്ട് മാറിയിരിക്കുകയാണ്. കൈ തീർന്നു കൈ തീർന്നു കൈ തീർന്നതാ. ഗ്രില്ല് കാലിയായി, ചട്ടി നിറഞ്ഞു കണ്ടോ. ഗ്രില്ല് കാലിയായപ്പോൾ ചട്ടി നിറഞ്ഞു. വയസ്സാണ്ട് നമ്മൾ വരാലും അതിൻ്റെ തലയും കൂടെ ഗ്രില്ലടിക്കുമ്പോൾ കേട്ടോ. സംഭവം വെള്ളം ഉണ്ടെന്നോ, കുഴപ്പമില്ല. തല തല ഗ്രില്ലിൽ വെച്ചിട്ടുണ്ട്. വരാലും കൂടെ വെക്കണം. വെച്ചാ ഇത് കഴിക്കണോ നേടാ. കണ്ട കണ്ട എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഫോക്കസ് ആയപ്പോഴാണ്
തലയും വരാലും അണ്ണത് അങ്ങനെ വിടർത്തി വെക്ക്. സെറ്റ് 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 സെറ്റ്. കപ്പ കഴിഞ്ഞ വട്ടം ഊറ്റിയാരാണോ അവര് ഊറ്റുക, അല്ലെങ്കിൽ അറിയത്തില്ല. ഈ വാറ്റ് സെറ്റ് പൈസ മുടിഞ്ഞ പുക കേട്ടോ. കണ്ണിൽ എല്ലാവരും കണ്ണിൽ വരണം, കാരണം ഇതിന് ഹൈറ്റ് കുറവായതുകൊണ്ട് പുക ഇതിനകത്തങ്ങ് തിങ്ങി നിൽക്കുക. അയ്യോ വെളിയിറങ്ങാൻ പോയ ആശ്വാസം. ഇതാണ് നമ്മുടെ ചെറിയ സെറ്റപ്പ് വൈബാടി. എന്തൊക്കെയാന്ന് വരുന്നത്. അത് കൊള്ളാം നൈസ് പരിപാടിയാ, നൈസ് പരിപാടിയാ. ഇപ്പൊ വെച്ചൊക്കെ എന്തായാലും കിടുക്കാച്ചി പരിപാടിയാ. എല്ലാരും ഇതൊന്ന് സെറ്റായിട്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. എല്ലാരും ഇത് തലയോ വരാലും ഒന്ന് സെറ്റായ മാത്രം മതി. ബാക്കി എല്ലാം ഡെസ്കിലുണ്ട്. അങ്ങനെ പറഞ്ഞ ബ്രെഡ് കണ്ടോ, അടിപൊളി ബ്രെഡ് അങ്ങനെ പറഞ്ഞ സംഭവം. ഭയങ്കര ചൂടായിരുന്നു. എന്തോ പറ്റിയെന്നറിയാളി, അത് വെള്ളത്തിൽ തന്നെ അടക്കുക മീന്. മസാല കുറച്ച് മാറ്റി വെക്കണായിരുന്നു ഇല്ലേ. കപ്പ മറിക്കാൻ പോണ് ഗൈസ്. കപ്പ മറിക്കും ചടങ്ങാണ്. കപ്പ ഇച്ചിരി ഏറെ ഉണ്ട് കേട്ടോ, കപ്പ ഏറെ ഉണ്ട്. കരിഞ്ഞ മണം വാതാ ഇറക്കിറങ്ങിയതല്ലേ. ഇങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് വേണ്ട, ഇവിടെ സ്ഥലമില്ല. സംബന്ധി ബ്രെഡ് പൊള്ളിക്കുന്നല്ലോ കേട്ടോ. അവിടെ ബ്രെഡ് പൊള്ളിച്ചോണ്ടിരിക്കുന്നു. കപ്പ എല്ലാം സെറ്റായിട്ട് ആവി ഉറക്കുന്നു. നമ്മുടെ ചേർമീൻ ഗ്രില്ല് ചെയ്ത് ചട്ടിക്കകത്തായിട്ടുണ്ട്. ബാക്കി കഴിക്കാനുള്ളവരെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാരും ആദ്യം നാരങ്ങ. ഓ 6 നാരങ്ങ മുറിക്കുന്നേ എനിക്ക് വയ്യ. എന്താ വച്ച മുറിക്കുന്നു. എന്താ കാണിക്ക നാരങ്ങ മുറിക്കാ ചട്ടുകം വെച്ച്. എന്തൊക്കെയാണ് കഴിച്ചത്, എന്തൊക്കെയാണ് കാണുന്നത്. അളിയനെ വിളിക്കണം. അളിയന്റെ പേരും പറഞ്ഞ് ഇത് ചക്കയെല്ലാം ഇതിലൂടെ ഇട്ടിട്ട് കപ്പയെല്ലാം ഇട്ടിട്ട് ലാസ്റ്റ് കൊണ്ട് അളിയനോടെ ബ്രെഡ് പൊള്ളിക്കുക, വരാലെ പൊള്ളിക്കുക പരിപാടിയാ. എന്റെ പൊന്നേ കളർഫുൾ ആക്കട്ടെ. എടുത്ത് ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ അല്ലെ മണ്ടയ്ക്ക് 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 ഇങ്ങനെ. എല്ലാരും കഴിപ്പ് തുടങ്ങിയിരിക്കുക കേട്ടോ. നമ്മളോടെ ഉള്ളു ഉപ്പ് കുറവാന്ന് പറഞ്ഞിട്ടു. എന്തിനാ കാന്താരി കേട്ടോ ഉപ്പിട്ടേ. ബാക്കിയെല്ലാം സെറ്റാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സാധനം ഒന്നും കിട്ടത്തില്ല. മതി ഉപ്പ് കുറവാണ്. അങ്ങനെ അതെ എവിടെ വെച്ചാല് ബ്രെഡ് വെന്ത് കാണും കേട്ടോ. ബ്രെഡ് നമ്മുടെ ഒരു ചേർമി ഒരു പീസ് എടുക്കുക. മുള്ളുണ്ട്, മുള്ളൊക്കെ എടുത്ത് മാറ്റി. ബ്രെഡും കണ്ട ചേർമി എടുക്കുക, കഴിക്കുക. ആരുമില്ല ഈ ടേസ്റ്റ്. ചോറ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടത്തില്ല. എല്ലാവരും കണ്ടാണ് ഡെസ്കിലായിട്ടാണ് കഴിച്ചത്. മീൻ സൂപ്പറാ മോനെ. ഒന്നും പറയാനില്ല അല്ലേ? ഒന്നും പറയാ. ഇനിയിപ്പോ കഴിച്ചിട്ടാണോ അല്ലെ പിന്നെ ഒന്നും കിട്ടത്തില്ല.
അതിനവിടെ അടിച്ചു വരും ആരോന്റെ ഞാൻ അടിച്ചു ഇപ്പൊ കാണിച്ചു തരാം. എല്ലാരും കപ്പ ചേർക്കാൻ വെച്ചേക്കുന്നുണ്ടോ? ഇല്ല ഞാൻ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു. കഴിച്ചിട്ടില്ല. വരാനെങ്കിൽ എടുക്കും വരേ നിശം പോകണം. എടുത്തോ വരാൽ തല ഏകദേശം ആയെന്ന് തോന്നുന്നില്ലേ? ശകലോടൊന്ന് സെറ്റായ ആഹാ വരാല് പോകുന്ന കണ്ടോ? വരാല് വരാല് ഫസ്റ്റ് ടൈമാണ്. എല്ലാരും ടേസ്റ്റ് ചെയ്ത് നോക്കുക. കരിഞ്ഞിട്ടൊന്നുമില്ല. നീ ടേസ്റ്റ് ചെയ്യണ്ട. പൊസിഷൻ മാറി. വരാൽ ഒരു രക്ഷയില്ലല്ലോ. കംപ്ലീറ്റ്ലി വേറെ ഞാൻ പറഞ്ഞില്ല ഇത് വേറെ ടേസ്റ്റ് ആയിരിക്കും. വേറെ കിട്ടുന്നില്ല, ചൂടാ. എന്നാലും വേണ്ടില്ല. കുറെ കൊണ്ട് അതേ പിടിക്കുക, അത് കിട്ടുന്നില്ല. ഒരു രക്ഷയില്ല കേട്ടോ. ചൂട് എന്റെ ദൈവമേ, അടി വരാലടി. പാത്ത് വെച്ച് ഇവിടെ അടിയാണ് കഴിഞ്ഞോണ്ട് ഒരു വരാല് ബാക്കിയുള്ളവരുടെ ചുള്ളി പറിക്കും. എന്റെ മോനെ പൊളി മൊപ്പായിട്ട് ആവി ഇറങ്ങുന്നല്ല. അടി പൊളി. ഇതൊക്കെ എടുക്കുക, സെറ്റ് ചെയ്യുക, കഴിക്കുക. അടാ മതിയാ, വിട്ട് കളയണം. അതിനെ ചാറ് ഊറ്റിയതാ, പിന്നെയും വെച്ച് അറയുക വെച്ച്. വരാതല്ലേ? വരാല് മപ്പായിട്ടോ എന്റെ പൊന്നെ. ഇല്ല മലത്തി അടിച്ച് വീട്ടിൽ പോവാന്നൊക്കെ. കൈകൊണ്ടുള്ള തീ കനലായി ഇത് വെന്ത് ശരിക്കും. ആടി ഓടി വെള്ളക്കട്ട ആന്നാണ്. ഇതൊക്കെ ഉറച്ചെണ്ണ വെന്ത് പോയി. ആണില്ലേ? മറ്റേ ആടിന്റെ ഇത് കാല് വിട്ടിട്ട് നെയ്യ് ഇറക്കത്തില്ലേ, അതൊരു കുട്ടിയൊക്കെ നോക്കുന്നത്. നേരെ ഒരു പോത്തുകാലൊക്കെ ഇടിച്ചു വെക്കുന്നത്, മജ്ജ ഇറക്കുന്നത്. പുള്ളി കയ്യാ കൊട്ടി. എല്ലാം കഴിഞ്ഞു. അടുപ്പും കിണച്ചു, അണച്ചു, എല്ലാം സെറ്റ് ചെയ്തു. പരിപാടി കഴിഞ്ഞു. അടുപ്പ് കിണച്ച് കഴിച്ചു. സ്മോക്കിംഗ് പരിപാടി. ഇനി ഇവിടെ ക്യാബറേ